ഒരു ദേശത്തിൻ്റെ കഥയിൽ നിന്ന് അപ്പയും തുമ്പയും തൊട്ടാവാടിയും വളർന്നു മൂടിക്കിടന്ന പരുക്കൻ നിലത്ത് തുപ്രൻ്റെ കൈയും കൈക്കോട്ടും നെഞ്ഞും സമരം തുടർന്നു. അന്തിമയങ്ങുന്നതിനു മുമ്പ് ഇടത് പാലമരം വരെയും വലത് പുളിമരം വരെയുമുള്ള സ്ഥലം മുഴുവൻ അവൻ കിളച്ച് തെളിച്ചു. പൈസ വാങ്ങാൻ പടിപ്പുര കയറിച്ചെന്നു കോൺട്രാക്ടർ ഉണ്ണീരി കോലായിലെ ഒരു ബെഞ്ചിൽ കമിഴ്ന്ന് കിടന്ന് എന്തോ പ്ലാൻ പരിശോധിക്കുകയായിരുന്നു. കുട്ടിച്ചാത്തനെ പോലെ ഒരുത്തൻ കൈക്കോട്ടുമായി മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടു. ഉണ്ണീരി ചോദിച്ചു, എന്താ? പണിയൊക്കെ തീർത്തു മുതലാളി. ഇടത് പാല വരെ വലത് പുളി വരെ. ഉണ്ണീരിക്കൊന്നും മനസ്സിലായില്ല. ഒന്ന് ചെന്ന് നോക്കുന്നോ? തുപ്രൻ്റെ ചോദ്യം. ഉണ്ണീരി തുപ്രനെ ഒന്ന് തുറിച്ചു നോക്കി. 2 ഉറുപ്പ്യക്ക് കുടുങ്ങിപ്പോയതാണ് മുതലാളി. കണ്ടറിഞ്ഞ് എന്തെങ്കിലും കൂട്ടിത്തരണം. ഒരു അഭ്യർത്ഥനയും. ആരാ നിന്നെ പണിക്കേൽപ്പിച്ചത്? ഉണ്ണീരി വിചാരണ തുടങ്ങി. ചെറിയ മുതലാളി. ചെറിയ മുതലാളിയോ? ആ, ചെറിയ മുതലാളി. പട്ടുകുപ്പായിട്ട വെളുത്ത മുതലാളി. രാവിലെ പോകുമ്പോൾ ഏൽപ്പിച്ചതാണ്. ഉണ്ണീരി പിന്നെയും ആലോചിച്ചു. കിട്ടൺ റൈറ്റർ പറ്റിച്ച പണിയായിരിക്കും. ഭാര്യയെ വിളിച്ചു ചോദിച്ചു, കിട്ടൺ റൈറ്റർ ഇന്നിവിടെ വന്നിരുന്നോ? രാവിലെ വന്നിരുന്നു. നിങ്ങളിവിടെ ഇല്ലാന്ന് കേട്ടപ്പോൾ വേഗം പോയി. അകത്തു നിന്നും മറുപടി. സംശയം തീർന്നപ്പോൾ ഉണ്ണീരി പൊട്ടിച്ചിരിച്ചു. തുപ്രൻ തലചൊറിഞ്ഞ് നിൽക്കുകയാണ്. എടോ, ഇവിടെ ഞാനല്ലാതെ വേറെ ചെറിയ മുതലാളിയും വലിയ മുതലാളിയും ആരുമില്ല. നിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. നീ കിളച്ച സ്ഥലമൊക്കെ റെയിൽവേ പുറമ്പോക്ക് നിലമാണ്. കൂലി കെട്ടുമെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു വാങ്ങിക്കോ. അവിടെ ചെന്ന് ചോദിച്ചാൽ